നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി. വോട്ടെടുപ്പ് നവംബർ 6-നും നവംബർ 11-നും, വോട്ടെണ്ണൽ നവംബർ 14-ന്. SIR നടപ്പാക്കിയതുകൊണ്ട് ആർക്കും വോട്ട് നഷ്ടമാകില്ലെന്നും പിന്നോട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കി രാജ്യം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ച. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. അന്വേഷണം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ. കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ദേവസ്വം മന്ത്രി. വിവാദത്തിൽ സ്തംഭിച്ച് നിയമസഭ. ബാനറുമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷം. മധ്യപ്രദേശിലെ ദുരന്തം മുൻനിർത്തി കഫ് സിറപ്പ് ഉപയോഗത്തിൽ കർശന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. അംഗീകാരമില്ലാത്ത ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്ന് നിർദ്ദേശം. ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. സുപ്രീം കോടതിയിൽ വൻ സുരക്ഷാ വീഴ്ച. ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം. കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ വിട്ടയച്ചു. നടപടി കേസെടുക്കേണ്ടെന്ന് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് അക്രമി. മാസപ്പടി കേസിൽ മാത്യു കുഴനാടൻ MLA-ക്ക് തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയെ വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ്. ഹർജി തള്ളിയത് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നും നിയമപോരാട്ടം തുടരുമെന്നും മാത്യു കുഴനാടൻ. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മേരി ഇ. ബ്രെൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി എന്നിവർക്ക് പുരസ്കാരം. അംഗീകാരം പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. നവംബർ 6, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ാം തീയതി നടക്കും. ജമ്മുകശ്മീരിലെ ഉൾപ്പെടെ 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു. SIR നടപ്പാക്കിയതുകൊണ്ട് ആർക്കും വോട്ട് നഷ്ടമാകില്ലെന്നും രാജ്യവ്യാപക SIR-ൽ നിന്ന് പിന്നോട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. बिहार के चुनाव 2 फेजेस में होंगे कि गजट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को. लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज की 17 को होगी, दूसरे की 20 को. स्क्रूटनी 18 और 21. विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर. और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाएगी. SIR पैन इंडिया की बात, तो अगर आप 24 जून के चुनाव आयोग द्वारा निर्गत आदेशों को देखेंगे तो पैन इंडिया अर्थात हर स्टेट और UT में SIR करने का निर्णय चुनाव आयोग ले चुका है. उस पर कार्य भी जारी है, लेकिन उनकी तिथियां राज्यवार या UT वार चुनाव आयोग की संयुक्त बैठक में हम लोग निर्णय करेंगे और फिर आपको बताएंगे. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 11 മണ്ഡലങ്ങളിലെ പ്രഖ്യാപനമാണ് നടന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ കൃത്യമായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ കുറ്റവാളികൾ ആരെന്ന് വെളിപ്പെടും. അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നത് ശരിയല്ല. അന്വേഷണ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും പത്മകുമാർ. ദേവസ്വം വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും
ഈ കാര്യങ്ങളിൽ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യാം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. DGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാരിന് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. സ്വർണം വെയിലേറ്റുമങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സ്വർണ്ണ കവാടം വഴിയിൽ ഇറക്കി പൂജ ചെയ്ത് തെറ്റാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുക്കപ്പെട്ടവനാണെന്നും K. മുരളീധരൻ പറഞ്ഞു. ഒരുപാട് സംശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ മറുപടി പറയാത്തത്? സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ? പൊതിഞ്ഞതാണെങ്കിൽ വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണം അതിനെന്ത് സംഭവിച്ചു? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ? ഇതിന് പോലും ഉത്തരവില്ല. അപ്പോൾ സ്വർണം ചെമ്പായി ചെന്നൈയിലെത്തിയപ്പോൾ. ശബരിമലയിൽ സ്വർണം ചെന്നൈയിലെത്തിയപ്പോൾ എങ്ങനെ ചെമ്പായിട്ട് മാറി? പിന്നെ അത് സ്വർണം പൂശി കൊണ്ടുവന്നു തോന്നും. പക്ഷേ പൂശിയ സ്വർണം വഴിനീളെ ഘോഷയാത്രയായിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി പൂജിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് തന്നെ ശബരിമലയുടെ ആചാരം അനുസരിച്ച് തെറ്റാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. ബഹളത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തരവേള പോലും കത്തിക്കയറുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തുടക്കം മുതലേ പ്രക്ഷോഭമുയർത്താനുള്ള തന്ത്രമാണ് സ്വീകരിച്ചത്. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കോടതിയിലുള്ള വിഷയമായതിനാൽ തള്ളിപ്പോകാനുള്ള സാധ്യതയും, അല്ലാത്ത പക്ഷം ചർച്ചയ്ക്കെടുത്താൽ പോലും ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്ന വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്ന ബാനർ ഉയർത്തി ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധിച്ചു. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാകുന്ന രംഗങ്ങൾ. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ. അങ്ങോട്ട് മാറ്റി എന്താണിത്? അങ്ങോട്ട് അവിടെ പോയിരിക്കെ. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതോടെ സഭ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചു. 10 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയും ശരണം വിളിച്ചും പ്രതിഷേധം തുടർന്നു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റിപ്പോർട്ട് അവതരണവും ബിൽ അവതരണവും ഉൾപ്പെടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും. അതേസമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് സഭയിൽ കണ്ടതെന്നാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അവർ ഈ രംഗത്ത്
പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പാഴ്വേലയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെച്ചൊഴിയുന്നതുവരെ UDF ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കോൾഡ്രിഫ് കഫ് സിറപ്പ് വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടികളിലെ ചുമമരുന്ന് ഉപയോഗം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ബോധവൽക്കരണം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും. IAPയുടെ സഹകരണത്തോടെ പീഡിയാട്രീഷ്യന്മാർക്കും മറ്റു ഡോക്ടർമാർക്കും പരിശീലനം നൽകും. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയോ ഡോക്ടറുടെ പഴയ കുറിപ്പടി പ്രകാരമോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുത്. ഇതു സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കുട്ടികളുടെ തൂക്കത്തിനനുസരിച്ചാണ് അവർക്കുള്ള മരുന്നുകളുടെ ഡോസ് ഡോക്ടർമാർ നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. കോൾഡ്രിഫ് സിറപ്പിന്റെ SR13 ബാച്ചിൽ കേരളത്തിന് പുറത്ത് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇതിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർത്തിവച്ചിട്ടുണ്ട്. തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആ ബാച്ചിലെ മരുന്നുകൾ വിതരണം ചെയ്തത്. രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് കോൾഡ്രിഫ് മരുന്നിന്റെ വിൽപ്പന നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച സമിതിയിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് അംഗങ്ങൾ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ഡ്രഗ്സ് കൺട്രോളർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുപ്രീംകോടതിയിൽ വൻ സുരക്ഷാ വീഴ്ച. ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം. അഭിഭാഷകനായ രാകേഷ് കിഷോറാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്ക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് അക്രമി വിളിച്ചു പറഞ്ഞു. ഗുജറാവോയിലെ വിഷ്ണു വിഗ്രഹം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. കസ്റ്റഡിയിലെടുത്ത രാകേഷ് കിഷോറിനെ പിന്നീട് വിട്ടയച്ചു. കേസ് എടുക്കേണ്ട എന്ന ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 1-ാം നമ്പർ കോടതിയിൽ രാവിലെ നടപടികൾ ആരംഭിക്കുന്ന സമയത്താണ് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. കാലിലുണ്ടായിരുന്ന സ്പോർട്സ് ഷൂ ഊരിയെറിയാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അഭിഭാഷകനായ രാകേഷ് കിഷോറിനെ പിടികൂടി. ഈ സമയത്താണ് സനാതനധർമ്മത്തെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് അക്രമി ആക്രോശിച്ചത്. മധ്യപ്രദേശിലെ ഖജൂരാവോയിലെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ തല തകർക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് BR ഗവായ് പരിഗണിച്ചിരുന്നു. ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ വലിയ വിഷ്ണു ഭക്തനാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് തന്നെ ഇക്കാര്യങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. കോടതിയിൽ അതിശക്തമായ സുരക്ഷയുണ്ടെങ്കിലും ഇത്തരം ആളുകൾക്ക് ഒന്നിനെയും പേടിയില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്നതെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ട് പറഞ്ഞു. വളരെ ഭീഷണി എന്നുള്ളതിനെക്കാട്ടിലും, അതായത് മറ്റേതൊരു സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള സ്ഥിതിക്ക്, കോടതിയിൽ വന്നൊരു പെറ്റീഷൻ കൊടുക്കാനും അവകാശമുള്ള സ്ഥിതിക്ക്, ഇത്തരം ഒരു അഭിഭാഷകൻ തന്നെ ഇത്തരം ഒരു കണ്ടംഷ്യസ് ആയിട്ടൊരു ആക്ടിലൂടെ ചെയ്യുന്നത് ഇത്തരം ആളുകൾക്ക് കോടതിയെയോ നിയമവാഴ്ചയോ ഒന്നിനോടും ഒരു ബഹുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അത് വളരെ ഭയാനകവും ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതേസമയം ആരും പരിഭ്രാന്തരാവേണ്ടെന്നും താനും അങ്ങനെ ആയിട്ടില്ലെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ഇത്തരം അതിക്രമങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചു. സുരക്ഷാ വീഴ്ചയേക്കാൾ കോടതി മുറിക്കുള്ളിൽ പോലും ഇത്തരം ആശയങ്ങൾ ഉയർത്തുന്നവരുടെ പ്രതികരണങ്ങളാണ് ചർച്ചയാകുന്നത്. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തിൽ കടുത്ത പ്രതിഷേധവുമായി സുപ്രീംകോടതി അഡ്വക്കേറ്റ്സ് നോൺ റെക്കോർഡ് അസോസിയേഷൻ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLAക്ക് തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയെ വേദിയാക്കരുതെന്ന് കോടതിയുടെ വിമർശനം. അതേസമയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് കോടതി ഹർജി തള്ളിയതെന്നും മാസപ്പടിയിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA സുപ്രീം കോടതിയെ സമീപിച്ചത്. സമാന ആവശ്യം നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും കേരള ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് കുഴൽനാടനെതിരെ വിമർശനമുന്നയിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയത്. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയെ വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്തു മതിയെന്ന് BR ഗവായ് പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനം MLA നടത്തുന്നുണ്ട്. പക്ഷേ അത് എല്ലാ കാര്യത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കരുതെന്ന് ബെഞ്ചിലെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പരാമർശിച്ചു. അതേസമയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് കോടതി ഹർജി തള്ളിയതെന്നും എത്ര സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും പോരാട്ടങ്ങൾ തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. സത്യസന്ധവും ആത്മാർത്ഥവുമായ പോരാട്ടം ഈ കാര്യത്തിലുണ്ടാകും. ഇത് ഞാൻ നിരാശപ്പെട്ട് മടങ്ങില്ല, മുട്ടുമടക്കില്ല. കാരണം ഞാൻ പോരാടുന്നത് സത്യത്തിന് വേണ്ടിയാണെന്നും നീതിക്ക് വേണ്ടിയാണെന്നുമുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇനി എത്രമേൽ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്രമേൽ CPM ഇടതുപക്ഷവും ഇതിന്റെ പേരിൽ എന്നെ പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും, എത്ര സൈബർ ബുള്ളിംഗ് നടത്തിയാലും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറത്തില്ല. ഇതുമായി മുന്നോട്ട് തന്നെ പോകും. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഹർജിയിൽ പറയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും ഹർജി നേരത്തെ തള്ളിയത്. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ചെയ്യാത്ത ജോലിക്ക് 1.72 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി മാസപ്പടിയായി വാങ്ങിയെന്നാണ് ആരോപണം. അതേസമയം SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട വാദം ഈ മാസം 28, 29 തീയതികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാലക്കാട് സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. DMO നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാരിന്റെ നടപടി. അതേസമയം നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രി 9 വയസ്സുകാരിക്ക് ഉചിതമായ ചികിത്സ നൽകിയെന്നായിരുന്നു DMO ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇത് തള്ളിയാണ് സംഭവത്തിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ സംബന്ധിച്ച പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഡോക്ടർമാരുടെ സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മുമ്മ ഓമന പറഞ്ഞു. നമുക്കത് നീതി കിട്ടി തന്നെ ആകണം. എൻ്റെ മകൾക്ക് കൈയിന് വെക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടി തന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. സെപ്റ്റംബർ 24-ന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. പിന്നീട് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദനയുണ്ടാവുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ദുർബലമായ വാദങ്ങൾ നിരത്തി ഒരു കുട്ടിയുടെ ജീവിതം ദുരിതത്തിലാക്കി. കൃത്രിമ കൈ വയ്ക്കുന്നതിന് അടക്കം അടിയന്തരമായി സർക്കാർ കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അത് വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് സത്യത്തിൽ ദുരിതത്തിലാഴ്ത്തിയത്. കൈയില്ലാതൊരു കുട്ടിക്ക് ഇനി ആജീവനാന്ത് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ കുറേ കാലങ്ങളായി സർക്കാർ ആശുപത്രിയെക്കുറിച്ച് വരുന്ന പരാതികൾ, ആ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കാത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ആ കുട്ടിയുടെ കുടുംബത്തിന് എത്ര കോമ്പൻസേഷൻ കൊടുത്താലും അത് ഒരു കൈക്ക് ബദലാവില്ല. പക്ഷെ എങ്കിലും അടിയന്തരമായി സർക്കാർ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് സഹായധനം നൽകണം. ഇനി ആ കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കാനൊക്കെയുള്ള സംവിധാനത്തിന് ഗവൺമെൻറ് തന്നെ അക്കാര്യത്തിൽ ഫണ്ട് നൽകണം എന്നാണ് പറയാനുള്ളത്.
പോലീസ് സേനയിൽ ക്രിമിനലുകൾക്ക് സ്ഥാനമില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. തെറ്റ് സംഭവിച്ചാൽ നടപടി കർശനമായിരിക്കും. നിലവിൽ യാതൊരു സമ്മർദ്ദവും പോലീസ് സേനയ്ക്കില്ല. രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KPSOA സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. ഗവർണർ ഡ്യൂട്ടിക്ക് പോലീസുകാരൻ എത്തിയത് മദ്യപിച്ച്. എയർ ക്യാമ്പിലെ CPO ശരത്താണ് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയത്. വന്ദേ ഭാരതിൽ എത്തിയ ഗവർണർ രാജ്ഭവനിലേക്ക് പോകുന്ന സമയത്ത് റൈഫിൾ ഡ്യൂട്ടിയിലാണ് ശരത്ത് ഉണ്ടായിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശരത്ത് മദ്യപിച്ച വിവരം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിലാണ് മദ്യപിച്ചതായി തെളിഞ്ഞത്. 2025 വൈദ്യശാസ്ത്ര നൊബേൽ 3 പേർക്ക്. മേരി ഈൻ ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സകാഗുച്ചി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് നൊബേൽ സമ്മാനത്തിന് അർഹരായത്. The 2025 Nobel Prize in Physiology or Medicine jointly to Mary Branco, Fred Ramsdell and Shimon Sakaguchi for their discoveries concerning peripheral immune tolerance. നൊബേൽ അസംബ്ലിയാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. സർട്ടിഫിക്കറ്റ്, സ്വർണ്ണ മെഡൽ, 13.31 കോടി രൂപയുടെ ചെക്ക് എന്നിവയാണ് പുരസ്കാരം നേടിയവർക്ക് ലഭിക്കുക. രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന റെഗുലേറ്ററി T കോശങ്ങളെയാണ് പുരസ്കാര ജേതാക്കൾ തിരിച്ചറിഞ്ഞത്. രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സൂക്ഷ്മാണുക്കളിൽ നിന്ന് പ്രതിരോധ സംവിധാനമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണ് ഉള്ളത്. കൂടാതെ പലതും ഒളിച്ചിരിക്കാനായി മനുഷ്യകോശങ്ങളുമായി സാമ്യം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ എന്തിനെ ആക്രമിക്കണം, എന്തിനെ സംരക്ഷിക്കണമെന്ന് പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നാണ് സംഘം പഠിച്ചത്. ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവായ കണ്ടെത്തലുകളാണ് മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി എന്നിവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തൃശൂർ പാലിയേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി. ടോൾ പിരിക്കുന്നതിൽ വിലക്ക് തുടരാൻ കോടതി നിർദ്ദേശിച്ചു. ടോൾ പിരിക്കാൻ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കോടതിയുടെ വിലയിരുത്തൽ സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിൽ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6-നാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിന്മേലാണ് നടപടി. ടോൾ നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ NHAI സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെങ്കിലും ടോൾ തടഞ്ഞത് സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. അപകടങ്ങളും മണ്ണിടിച്ചിലും നടന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടറും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ആ റിപ്പോർട്ട് അവഗണിച്ച അപകടങ്ങൾക്ക് കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയിരുന്നുവെന്നാണ് NHAI കോടതിയിൽ വാദിച്ചത്. നിലവിൽ കോടതിയുടെ വിലയിരുത്തൽ സ്വാഗതാർഹമാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ഈ ഗതാഗത കുരുക്കിന്റെ അടിസ്ഥാനത്തിൽ, ഈ VUP-കളിലെ പണി നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ടോളിന്റെ താരിഫ് പുനഃപരിശോധിച്ചിട്ട് ഹൈക്കോടതിയെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതി ജനങ്ങളുടെ യാത്രക്കാരെ കൂടെയാണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. കലക്ടറുടെ ശക്തമായ റിപ്പോർട്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരത്തിൽ 5 കിലോമീറ്റർ മാത്രമാണ് ഗതാഗത പ്രശ്നവും പണി കഴിയാത്ത സാഹചര്യവും ഉള്ളതെന്നും NHAI കോടതിയിൽ പറഞ്ഞു. ഈ 5 കിലോമീറ്ററിന്റെ കാര്യത്തിൽ 3 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്ന NHAIയുടെ വാദത്തെ തുടർന്നാണ് വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. വിവാദമായ പലസ്തീൻ അനുകൂല മൈം ഷോ കനത്ത പോലീസ് കാവലിൽ കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും അരങ്ങേറി. അധ്യാപകർ തടഞ്ഞ മൂകാഭിനയം ഇത്തവണ പ്ലക്കാർഡുകൾ ഇല്ലാതെയാണ് അവതരിപ്പിച്ചത്. അതേസമയം മൈമിംഗ് ഷോയ്ക്ക് എതിരെ കനത്ത പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. BJPയുടെ നേതൃത്വത്തിൽ കുമ്പള സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പലസ്തീനിലെ കുട്ടികളുടെ ദുരിതപൂർണമായ ജീവിതം ഇതിവൃത്തമാക്കിയ മൂകാഭിനയം കുമ്പള ഗവൺമെന്റ് സ്കൂളിലെ കലോത്സവ വേദിയിൽ ഏറെ വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും അരങ്ങേറിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് വരവേറ്റത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം ഇടപെട്ടുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അവതരണത്തിനിടെ തടസ്സപ്പെട്ട പലസ്തീൻ അനുകൂല മൈം ഇന്നുച്ചയ്ക്ക് അരങ്ങേറിയത്.
മൈം ഷോ വീണ്ടും അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്നും മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ് പങ്കുവെച്ചതെന്നും കുട്ടികൾ പറഞ്ഞു. 5 മിനിറ്റിലേക്ക് റൂള് ഭാഗമായതുകൊണ്ട് നമ്മൾ അതേ റൂളിൽ കളിച്ചു. സന്തോഷമുണ്ട്. അതേസമയം കനത്ത പോലീസ് കാവലിൽ മൈം ഷോ അരങ്ങേറിയപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തി സ്കൂളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചു. ഇതേറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചെന്നും PTA-ക്കെതിരെ കേസെടുക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മൾ പറയുന്നത് ഒരു സ്കൂളിൽ രാഷ്ട്രീയം വിളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2 ദിവസമായി നിർത്തിവെച്ച കലോത്സവ പരിപാടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് വീണ്ടും തുടങ്ങിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി BJP സംസ്ഥാന ഘടകം. BJP MLA-മാർ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെയും സംഘം കാണും. സംസ്ഥാനം സമാധാന പാതയിലേക്ക് എത്തിയതിനാൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിക്കണമെന്നാണ് MLA-മാരുടെ ആവശ്യം. കുക്കി മേദി സംഘർഷത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നടത്തിയ ചർച്ചകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനം സമാധാന പാതയിലേക്ക് എത്തിയതിനാൽ വേഗത്തിൽ സർക്കാർ രൂപീകരിക്കണമെന്നാണ് BJP MLA-മാരുടെ ആവശ്യം. 60-അംഗ മണിപ്പൂർ നിയമസഭയിൽ 37 അംഗങ്ങളാണ് BJP-ക്കുള്ളത്. സർക്കാർ രൂപീകരണമില്ലെങ്കിൽ രാജ്യഭീഷണി മുഴക്കുകയാണ് MLA-മാർ. മുൻ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ് അനുകൂലികളാണ് കടുത്ത നിലപാടിലേക്ക് എത്തി നിൽക്കുന്നത്. BJP ദേശീയ നേതൃത്വവുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും MLA-മാർ ചർച്ച നടത്തും. അതിനുശേഷം പ്രധാനമന്ത്രിയെ കൂടി കണ്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഈ ആഴ്ച തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് MLA-മാരുടെ ആവശ്യം. ദേശീയ നേതാക്കളെ കാണാനെത്തിയ ബീരേൻ സിംഗിനൊപ്പം മുൻ മന്ത്രിമാരായ സപം രഞ്ജൻ സിംഗ്, H. ദിങ്ങോ സിംഗ് എന്നിവരും ഡൽഹിയിലുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും മറ്റുമായി ഗവർണർ അജയ് കുമാർ ഭല്ല നിലവിൽ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ന് രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. നിലവിൽ സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംഘർഷം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ കാര്യങ്ങൾ അനുകൂലമാണെന്ന് MLA-മാർ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് നിർണായകമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെകോർണു രാജിവെച്ചു. അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കകമാണ് അപ്രതീക്ഷിതമായ രാജി. രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ പുതുതലമുറ പ്രക്ഷോഭം നടത്തുന്നതിനിടെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് രാജി. വളർന്നുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സർക്കാരിന് വിശാലമായ പിന്തുണ നേടുന്നതിലെ വെല്ലുവിളികളും നിലനിൽക്കെയാണ് പ്രധാനമന്ത്രിയുടെ രാജി എന്നതും ശ്രദ്ധേയമാണ്. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഇന്ന് ഈജിപ്തിലെ കെയ്റോയിൽ. ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് മുഖ്യ ചർച്ചാ വിഷയമാവുക. ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണം എന്ന നിർദ്ദേശത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടെ യൂറോപ്പിലുടനീളം പലസ്തീൻ അനുകൂല റാലികൾ നടക്കുകയാണ്. സമാധാന ചർച്ചകൾ തുടങ്ങുന്നതിനിടെ ഗാസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യ ചർച്ച ഈജിപ്തിലെ കെയ്റോയിൽ തുടങ്ങാനിരിക്കെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് ലോകം. സമാധാന പദ്ധതിയിൽ ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് മുഖ്യ ചർച്ചാ വിഷയമെങ്കിലും പൂർണ്ണമായ നിരായുധീകരണം എന്ന നിർദ്ദേശത്തോട് ഹമാസ് ഇനിയും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. യുദ്ധാനന്തര ഗാസയിൽ പലസ്തീൻ ഭരണം എന്ന നിർദ്ദേശത്തിനും ഇസ്രയേലിലെ നെതന്യാഹു സർക്കാർ എതിരാണ്. മുൻപ് നടന്ന സമാധാന ചർച്ചകളെല്ലാം തട്ടിത്തടഞ്ഞത് ഈ നിർദ്ദേശങ്ങളിലാണ്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഖലീൽ അൽ ഹവിയാണ് ഹമാസ് പ്രതിനിധി സംഘത്തെ നയിക്കുക. ഡ്രോൺ ഡെർമറിന്റെ നേതൃത്വത്തിലാണ് ഇസ്രയേൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ആഴ്ച തന്നെ ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ ട്രൂത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
സമയം പ്രധാനമെന്നും അല്ലെങ്കിൽ രക്തമൊഴുകുന്നത് കൂടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ യൂറോപ്പിൽ വ്യാപകമായി പലസ്തീൻ അനുകൂല റാലികൾ നടക്കുകയാണ്. ബാഴ്സലോണയിൽ നടന്ന റാലിയിൽ 70,000 പേർ പങ്കെടുത്തു. ലണ്ടനിലെ റാലിയിൽ പങ്കെടുത്ത 400 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാധാന ചർച്ചകൾക്ക് തയ്യാറെടുക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ നരഹത്യ തുടരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. BSNL രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. BSNL റിക്രിയേഷൻ ക്ലബ് സർക്കിൾ ഓഫീസ് തിരുവനന്തപുരവും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. BSNL ചീഫ് ജനറൽ മാനേജർ R. സജികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം ചെയ്തവർക്ക് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. രക്തദാന ക്യാമ്പിലൂടെ BSNL ജീവനക്കാർ ജനങ്ങളുടെ സേവനങ്ങൾക്കായി മുന്നിട്ട് നിൽക്കുന്നു എന്ന് അറിയിക്കുകയാണ് ലക്ഷ്യമെന്ന് BSNL ചീഫ് ജനറൽ മാനേജർ R. സജികുമാർ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ സേവനത്തിൽ പ്രതിജ്ഞാബദ്ധരാണ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് BSNL ജീവനക്കാർ എല്ലാ രീതിയിലും ജനങ്ങളുടെ സേവനത്തിൽ മുൻനിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്.